ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി ഉണ്ടാക്കുന്ന രീതി നോക്കാം. ഈ കറി നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കപ്പലണ്ടി, പിന്നെ തൈര് ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ കറി റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഈ കറി ബാച്ചിലേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതന്നെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയ്ക്ക് വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാനിവിടെ ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സവോള വേണം. ഇത് നമ്മളിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കണ കറി ആയതുകൊണ്ട് ഇതിലേക്ക് സവോള ഞാനിവിടെ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതേപോലത്തെ ചെറിയ ടൈപ്പ് സവോള ഒരു 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മീഡിയം സവോളയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 2.5 സവോള എടുക്കുക. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് അത്രയ്ക്കാണ്ട് എരിവുള്ള പച്ചമുളകല്ല. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് പിന്നെ കറിവേപ്പിലയും വേണം. അപ്പോൾ ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് എടുക്കണം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഗരം മസാലയും വേണം, മഞ്ഞൾപ്പൊടിയും വേണം. അപ്പോൾ ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കണില്ല. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ കടുകും വേണം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും വേണം. പിന്നെ കറിയിലേക്ക് ഞാനിവിടെ ചെറുതായിട്ടൊരു പുളിരസത്തിന് വേണ്ടിയിട്ട് അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കറി നമ്മളിവിടെ ചെറുതായിട്ടൊരു കുറുകിയ പോലെയാണ് ഇടുക. അപ്പോൾ ഈ കറിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർക്കുമല്ലോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ ഈ തൈരും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് ഈ കറിയുടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു പിടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഈ കപ്പലണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഈ കപ്പലണ്ടി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ എടുത്തേക്കുന്നത് വറുക്കാത്ത കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കടുകൊക്കെ പൊട്ടിക്കാൻ പോണേലും മുമ്പായിട്ട് ഈ കപ്പലണ്ടി ഞാൻ ഓയിലിട്ടിട്ട് ഒന്ന് വറുത്തിട്ടാണ് ഈ കറിയിലേക്ക് ചേർക്കുക. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇപ്പോൾ സവോളയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം. പിന്നെ കറിയുടെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കസൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഈ കറിയുടെ ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തൈര് ചേർക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് ചേർക്കരുത്. ഒന്ന് ചെറുതായിട്ട് പുളിച്ച തൈര് ചേർക്കുക. സവോള ഇതേപോലെ കുറച്ച് കൂടുതൽ ചേർക്കുക. അപ്പോൾ ഈ കറി ചപ്പാത്തിയോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്താലും മതി. ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ അല്ലിയായിട്ട് ഇങ്ങനെ വിടർത്തിയിടുക, അല്ലെങ്കിൽ കറിയിലെ എല്ലാ ഇഞ്ചിയും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കട്ട പിടിച്ച പോലെ കിടക്കും. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ കപ്പലണ്ടി ഒന്ന് വറുക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിലേക്ക് കടുകും ജീരകവും ചേർക്കുക. അല്ലെങ്കിൽ കടുകും ജീരകവും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പലണ്ടി വറുത്തെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കടുകും ജീരകവും കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കപ്പലണ്ടി വറുത്തിട്ട് കടുകും ജീരകവും ചേർക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ചേർക്കാം. അപ്പോൾ
കപ്പലണ്ടി വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കപ്പലണ്ടി കരിഞ്ഞു പോകരുത്. കപ്പലണ്ടി ഇതേപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. ഈ നന്നായിട്ട് കുറച്ച് വെച്ചേക്കാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ കപ്പലണ്ടി പെട്ടെന്ന് കൊണ്ട് കരിഞ്ഞു പോകും. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ജീരകം ചേർത്ത വഴിക്ക് തന്നെ അതിലേക്ക് നമ്മൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ജീരകം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ചെറിയ ജീരകം ചേർത്ത വഴിക്ക് തന്നെ ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ക്യാരറ്റ് ആയിരുന്നാലും ഇതിൻ്റെ കൂടെ കിടന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വരികയും ചെയ്യും. ഈ സവോളയ്ക്ക് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഈ ക്യാരറ്റ് ആയിരുന്നാലും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആ പുഴിഞ്ഞ് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഞാനിവിടെ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഈ കറിയിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെള്ള കളറുള്ള കറി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കൂട്ടിയിട്ട് ഇതിലേക്ക് ഗരം മസാല ചേർക്കുക. ഗരം മസാല നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഈ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. വേണ്ടതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. അല്ലെങ്കിൽ ആ കറിയുടെ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് നിങ്ങൾക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിവിടെ കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കസൂരി മേത്തിയും ചേർക്കാം, മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും രണ്ടും കൂടിയിട്ടും ചേർക്കാം. ഞാനിവിടെ ഇത്രയ്ക്ക് കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം. ഈ കസൂരി മേത്തിയുടെ ഈ ടേസ്റ്റ് ഇതേപോലെ ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന കറികൾക്കൊക്കെ നല്ലതായിരിക്കും. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ കറി ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ തിക്കായിട്ടുള്ള കറിയായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കറി ചെറുതായിട്ടൊന്ന് കുറുകിയ പോലെയാണ് എടുക്കുന്നത്. ഞാനിതിലേക്ക് ആ തൈരും പിന്നെ കുറച്ച് വെള്ളവും കൂടിയിട്ട് ചേർത്തിട്ട് ഞാനിവിടെ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ആ മോരിൻ്റെ വെള്ളം ചേർക്കും. അപ്പോൾ കറി ഞാനിവിടെ ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മസാലയൊക്കെയും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആ 3 ടേബിൾ സ്പൂൺ തൈരും പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കിയിട്ട് എടുത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ മോരും വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇനി നിങ്ങൾ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊരു തിള വന്നു കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ആയിട്ട് തിളച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ നേരം ഇട്ടിട്ട് ഞാൻ തിളപ്പിക്കുന്നില്ല. കാരണം ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ കറി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡ്രൈ ആയി പോകും. ഇനി തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ കറിയിലേക്ക് നിങ്ങൾ തൈര് ചേർക്കുമ്പോൾ, ഇപ്പോൾ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അധികം പുളിക്കാത്ത തൈരാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ നല്ല പുളിയുള്ള തൈരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ടേബിൾ സ്പൂൺ തൈരിൻ്റെ അത്രയ്ക്ക് വേണ്ടി വരില്ല. കാരണം ഭയങ്കരമായിട്ട് പുളി കൂടിയിട്ടുണ്ടെങ്കിലും കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കറിയിലേക്ക് നമ്മൾ കപ്പലണ്ടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ വറുത്ത കപ്പലണ്ടി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓയിലിട്ടിട്ട് കപ്പലണ്ടി വറുത്തിട്ട് എടുത്തല്ലോ, അതേപോലെ അങ്ങനെ വറുത്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കടുകും ജീരകവും ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് സവാള ചേർക്കാൻ പോണതിന് മുമ്പ് കപ്പലണ്ടി ചേർത്താൽ മതി. അല്ലെങ്കിൽ വറുക്കാത്ത കപ്പലണ്ടി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് കപ്പലണ്ടി നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കറിയുടെ കൂടെ കപ്പലണ്ടിയും കൂടിയിട്ട് കഴിക്കുമ്പോൾ പച്ച കപ്പലണ്ടിയുടെ ഒരു ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അടുത്ത് കസൂരി മേത്തി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസൂരി മേത്തിയും ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതേപോലെ ഇങ്ങനെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ ഇങ്ങനെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കസൂരി